പ്രവാചകരെ, മദീനത്തെ മാടപ്പിറാവുകളെ, പാറിപ്പാറക്കും മീനാരമിലെ, അഹദോന്റെ ദീനിൽ അണഞ്ഞവരാ, അറിവിനായെന്നും കേഴുന്നവരാ. അഹദേ നിന്നാശ്രയം തന്നിടണേ, അരുതാത്തതൊന്നും വിധിച്ചിടല്ലേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മുഹമ്മദ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ദിവസം നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അള്ളാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അള്ളാഹു അവൻ്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണ റഹ്മാനെ. അള്ളാഹു അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹു ഞങ്ങളുടെ കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലും ഇടപാടുകളിലെല്ലാം നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അള്ളാഹു പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും കാലമുസീബത്തുകളെ തൊട്ടെല്ലാം നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുറത്ത് AC വേണ്ടാത്ത ആളുകൾ മാത്രം പുറത്തിരുന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് കയറി വാ. ഒട്ടും ആൾക്കാരില്ല. ഇന്ന് സ്കൂളും പള്ളിക്കൂടൊക്കെ അവധിയാണ്. എന്നിട്ട് പോലും ഒരു മക്കളും ഈ പള്ളിയുടെ അകത്തില്ല. നോക്കി നിങ്ങൾ, ആകെ ഒരു കുട്ടി പാവം. സ്കൂളും മദ്രസൊക്കെ അവധിയാകുമ്പോൾ എന്താ, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കിടന്നങ്ങോട്ട് ഉറങ്ങും. 8 മണി 9 മണി. ഇപ്പോഴത്തെ മക്കൾ 12 മണിക്ക് 1 മണിക്ക് എണീക്കണേ. നൈറ്റ് റൈഡിങ് ആണ്. രാത്രി മുഴുവനുമുള്ള വിനോദങ്ങളിലും മൊബൈലിലും ഒക്കെ ആയി കളിക്കാനും ഫുട്ബോളും മറ്റും മറിച്ചെല്ലാം കഴിഞ്ഞ് 1 മണി 2 മണി 3 മണി സമയത്താണ് മക്കൾ വീട്ടിൽ വന്നത്. അവർ ഉറങ്ങി എണീക്കണപ്പോഴാണ് ഉച്ചയ്ക്ക് 12 മണി 1 മണി. അന്ന് തച്ചിന് പണിയാൻ കയറിയ ആൾ ഉച്ചകഞ്ഞി കുടിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഈ പിള്ളേരെ ഉറക്കത്തിൽ നിന്ന് എണീക്കണേ. അല്ലാഹു തആല നമ്മുടെ മക്കളെല്ലാം നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ആസാമിലെ അവസ്ഥ വളരെ ദയനീയമാണ്. വെള്ളപ്പൊക്കം വന്നിട്ട് അവരുടെ എല്ലാം വീടിൻ്റെ മേൽക്കുരകൾക്കും മുകളിൽ വെള്ളം പോഞ്ഞിട്ട് ജീവന് വേണ്ടി കേഴുന്ന മനുഷ്യൻ ജീവനുകളെ കണ്ടാൽ നമ്മുടെ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കമൊന്നും ഒന്നുമല്ല. അതുപോലെയാണ് പാവങ്ങൾ. അടുത്തടുത്തടുത്തായി കുടിലുകളും വീടുകളും പണിത് ജീവജാലങ്ങളും വളർത്തുമൃഗങ്ങളൊക്കെ ഒഴുകി പോകുന്നത് കണ്ടാൽ സങ്കടം വരും. നമുക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്. എല്ലാവരും പറഞ്ഞു കേരളത്തിലൊന്നും വരില്ല. കേരളത്തിലിപ്പോൾ മിനിറ്റിന് വെള്ളപ്പൊക്കം. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ മുസീബത്ത്. വയനാട്ടിലിപ്പോൾ 2 തവണ 2-3 തവണ ഓരോ തവണയാകുമ്പോഴേക്കും അതിൻ്റെ ആണ്ടാകുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലും ഇടിയും. വിപത്തുകൾ മനുഷ്യനെ വേട്ടയാടുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അല്ലാഹ് തന്നെ പറഞ്ഞുകൊണ്ട് ലനബ്ലുവന്നകും മിനൽ അംവാലി വൽ അൻഫുസി. അതുപോലെ എന്താ, മനുഷ്യൻ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് അവൻ മോശമായതുകൊണ്ടല്ല. മനുഷ്യ സമൂഹം അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് റബ്ബിലേക്കും മടങ്ങുന്നതിന് വേണ്ടിയാണ്. ലോകത്ത് ഇടിനാദങ്ങൾ മുഴങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ യുസബ്ബിഹു റഅദു വൽ മലായികത്തു മിൻ ഖൈഫത്തിഹി എന്ന മഴക്കാറ് വെച്ച് ഇടിമിന്നൽ കാണുമ്പോഴേക്കും മലക്കുകൾ ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ വാനലോകത്തെ മുഴുവൻ സൃഷ്ടികളും എന്താണ്, അള്ളാഹുവിനെ പേടിച്ച് അരണ്ട് യുസബ്ബിഹു റഅദു വൽ മലായികത്തു മിൻ ഖൈഫത്തിഹി എന്നാണ്. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചിട്ട് പടച്ചവനെ മഴക്കാറിലോ ആകാശത്ത് ഇരുണ്ടുകൂടി ഇടിവാൾ മിന്നണു
എപ്പോൾ വേണമെങ്കിലും ഒരു ശക്തിയായ കാറ്റും മഴയും ഭൂമിയിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് പേടിച്ച് അള്ളാഹുവിൻ്റെ മേഘങ്ങള്, ആകാശങ്ങള്, മലക്കുകള്, പർവ്വതങ്ങളെല്ലാം പേടിച്ച് പടച്ചവനെ പേടിച്ച് തസ്ബീഹിലാകുമ്പോൾ മനുഷ്യന്മാർക്ക് ഇവിടെ ഒരു പേടിയില്ല. പണ്ടൊക്കെ ഇടി വെട്ടുമ്പോൾ നമ്മൾ പറയും, കാരണന്മാർ പറയും, മക്കളെല്ലാവരും കൂടെ ഒരു റൂമിൽ പോയി ഇരിക്കണം, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കരുത്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് നെല്ലെന്നാണ് പെരുമ്പാവൂരൊരു പൊന്നുമോള് ഇടിമിന്നലേറ്റ് തൽക്ഷണം മരണപ്പെട്ടു പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നനച്ചിരിക്കാത്ത അപകടങ്ങളിൽ വന്ന് മനുഷ്യൻ പെട്ടുപോകുന്നത് അവൻ പോലും അറിയില്ല, പടച്ചവന് ഞാനിനകത്ത് പോയി അകപ്പെട്ടല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെയുള്ള മുസീബത്തുകൾ മനുഷ്യനെ വേട്ടയാടുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ആ സമൂഹങ്ങളിലുണ്ടായ അതാപും ബുദ്ധിമുട്ടും ഓർത്ത് മറ്റുള്ളവർ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. പാഠം ഉൾക്കൊള്ളണം. പടച്ചവനെ, എൻ്റെ ഈ വീടും ഈ സ്ഥലവും ഈ കാഴ്ചത്താണ് എൻ്റെ കെട്ടിടങ്ങളും അതുപോലെ എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ഇല്ലാതായി പോകാൻ ഒരൊറ്റ നിമിഷം മതി. അടുത്ത ഒരു നിമിഷത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ലോകത്ത് അരാജകത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അരാജകത്വം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തോട് മനുഷ്യന് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിലുള്ള കണക്ക് പ്രകാരം കേരളമല്ലാത്ത മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തകർത്ത് കളയുന്നത്. രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷകളാകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഒന്ന് കേൾക്കുവാനോ അവരുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാനോ ചെയ്യേണ്ടതിന് പകരം തെരുവ് ഗുണ്ടകൾ നേരിടുന്നത് ധാർഷ്ട്യത്തോടെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണല്ലോ ഇവിടുത്തെ ഭരണകൂടം. നിയമപാലകർക്കൊപ്പം പാർട്ടി ഗുണ്ടകളെയും തെരുവിലിറക്കി വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ഗതികെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന ആളുകളാണ് ഇതിനകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കരിനിഴൽ ചാർത്തിയതെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന ആളുകളാണ് ക്രമക്കേടുകൾ കണ്ടുവന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചപ്പോഴും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടത്തെ ഭരണകൂടങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യനെ സമ്പാദ്യത്തിൽ ഏറ്റവും മികച്ചതാക്കുന്നതാണ് ഭൗതിക വിദ്യാഭ്യാസം. ആരാലും കവർന്നെടുക്കാൻ കഴിയാത്തതും നശിപ്പിക്കപ്പെടാത്തതും നഷ്ടം സംഭവിക്കാത്തതുമായ ഒരു ധനമാണ് വിദ്യാഭ്യാസം എന്നത്. നന്മയുടെ വഴിയറിയാതെ ജീവിത ലക്ഷ്യമറിയാതെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യ സമൂഹത്തിന് വെളിച്ചവും വഴികാട്ടിയുമാണ് പരിശുദ്ധമായ വിദ്യ എന്നുള്ളത്. ഒരു കവി പറഞ്ഞു അത്രേ, പ്രകൃതിയാലുള്ള ഒരു പ്രതിഭാസമാകുന്ന പ്രകാശമാണ് ഇൽമെന്നത്. മനുഷ്യൻ ലോകം അവസാനിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായി നബി തങ്ങൾ പറഞ്ഞത് ഇൽമ, ഈ ലോകത്ത് നിന്ന് വിദ്യാഭ്യാസത്തെ എടുത്തു കളയുക എന്നതാണ്. ഉത്തരേന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കൊച്ചുകുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് പകരം വിഗ്രഹങ്ങളുടെ മുന്നിലിരുന്ന് തപസ് ചെയ്യുന്ന വീഡിയോകളോ ഫോട്ടോകളോ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്താൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ കണക്കായ വ്യൂസുകൾ വിട്ടുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കറിയുമോ? പഠനത്തിനല്ല പ്രാധാന്യം, അവരുടെ ബഹുദൈവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ അതിനെ ഫോളോ ചെയ്യുന്നതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സംസ്കാരം പോകുന്നത്. വിദ്യയില്ലാത്ത ഒരു സമൂഹം ഒരിക്കലും അന്ധകാരത്തിലേക്കല്ലാതെ മുട്ടുകുത്തുകയില്ല. വിദ്യയില്ലാത്ത മക്കൾ, വിദ്യാഭ്യാസങ്ങളില്ലാത്ത ഒരു ഡോക്ടർ, വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത ഒരാൾ ഡോക്ടറായാൽ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട് പഴയകാല ആളുകളുടെ ഇടയിൽ. അതുപോലെയുള്ള അരാജകത്വങ്ങൾ ലോകത്ത് വാഴുന്നതാണ്.
ഇരുളിന്റെ ശക്തികൾക്ക് എന്നും വിദ്യാഭ്യാസം ഭയമാണ്. കാരണം വിദ്യ എന്നത് വെളിച്ചമാണ്. അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖുൻ അൽ ഇൽമു ലാ യുഅ്താ ലിആസി. ഇൽമെന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, അൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖുൻ, അത് അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന പ്രകാശമാണ്. അൽ ഇൽമു ലാ യുഅ്താ ലിആസി, കുറ്റകൃത്യം ചെയ്യുന്നവന്റെ കയ്യിൽ വിജ്ഞാനം ഇരിക്കുന്നതല്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്റെ കയ്യിൽ ഇൽമിരിക്കുന്നതല്ല, വിജ്ഞാനം ഇരിക്കുന്നതല്ല. കാരണം അൽ ഇൽമു, ഇൽമെന്ന് പറഞ്ഞാൽ നൂറുല്ലാഹി ഹഖ്ഖുൻ, അത് അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന പ്രകാശമാണ്. ആ പ്രകാശം, നൂറാനിയത്തായ അല്ലാഹുവിന്റെ ഹക്കായ ആ പ്രകാശമുണ്ടല്ലോ, ലാ യുഅ്താ ലിആസി, കുറ്റങ്ങൾ ചെയ്യുന്നവന്റെ കയ്യിൽ ഇൽമിരിക്കുന്നതല്ല, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവന്റെ കയ്യിൽ വിദ്യാഭ്യാസം ഇരിക്കുന്നതല്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ അങ്ങനെയുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല. നോക്കൂ നിങ്ങൾ, പിന്നെ നോക്കൂ, ഇതിന്റെ ഓരോ കണക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഇരുളിന്റെ ശക്തികളൊന്നും വളച്ചൊടിച്ച് വെളിച്ചത്തെ ഭയക്കുന്നവരാണ്. സുതാര്യവും സുരക്ഷിതവുമായ വിദ്യാഭ്യാസ നയങ്ങളിലൂടെ നാട്ടിൽ പ്രകാശം പരന്നാൽ നാട് രക്ഷപ്പെടുന്നതാണ്, കുടുംബം രക്ഷപ്പെടുന്നതാണ്, പ്രദേശങ്ങൾ രക്ഷപ്പെടുന്നതാണ്, ജില്ലകൾ, സമൂഹങ്ങൾ, സമുദായത്തിലെ എല്ലാവരും വിദ്യാഭ്യാസത്തിലൂടെ രക്ഷപ്പെടുന്നതാണ്. നോക്കൂ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇവിടെ കണ്ടുവരാത്ത പല കലാപങ്ങളുടെയും പിന്നിൽ അക്രമകാരികളായ കലാപകാരികൾ അവർ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരാണ്. നഖശികാന്തം ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസത്തെ അവർ പേടിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ നയപരിഷ്കരണത്തിന്റെ ഭാഗമായി PM ശ്രീ പോലുള്ള പരിഷ്കരണങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൊച്ചുകുട്ടികളുടെ ഉടയിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ബ്രെയിനിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ നീറ്റ് എക്സാം വഞ്ചനപരമായ ഇടപാടുകൾ നടത്തിയത് ഇതിന്റെ ഒരു ഭാഗമാണ്. വിദ്യാഭ്യാസത്തെ പേടിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്ത് തകർക്കപ്പെട്ടത് 93,000-ഓളം സ്കൂളുകളാണ്. ആരെങ്കിലും അറിഞ്ഞോ? കേരളത്തിലല്ല, ഇന്ത്യയുടെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ 93,000 സ്കൂളുകളാണ് അവർ തകർത്തത്. 2014 മുതൽ 2024 വരെ മധ്യപ്രദേശിൽ മാത്രം 24,000-ഓളം സ്കൂളുകൾ തകർത്ത് കളഞ്ഞു. UP-യിൽ 25,000-ഓളം സ്കൂളുകൾ തകർത്ത് കളഞ്ഞു. ആസാമിലും ഒറീസയിലും ഹിമാചൽ പ്രദേശങ്ങൾ എന്നീ സംസ്ഥാനങ്ങളിൽ 1200 സ്കൂളുകൾ തുടച്ചു നീക്കി കളഞ്ഞു. തുടങ്ങി ഏകദേശം 89,441 സ്കൂളുകൾ ഈ ഗവൺമെന്റ് പൂട്ടിച്ചു എന്നുള്ളതാണ്. അമ്പലങ്ങൾക്കോ ആരാധനാലയങ്ങൾക്കോ നേരെയാണെങ്കിലും ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ രക്തരൂക്ഷിതമായ കലാപങ്ങൾ അരങ്ങേറുന്ന നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയോ? ഇത്രയും 94,000-ഓളം വിദ്യാഭ്യാസ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തകർത്ത് കളഞ്ഞിട്ട് ഈ 10 വർഷത്തിനടുക്ക് ഇവിടെ ഒരാളും പ്രതിഷേധിച്ചില്ല. നോക്കൂ നിങ്ങൾ, 2021, 2015, 16 കാലയളവിൽ 27.1 കോടി കുട്ടികൾ പുതുതായി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നുവെങ്കിൽ 25-26 കാലയളവായപ്പോൾ 24 കോടിയായി ചുരുങ്ങിയെന്നാണ്. 3 കോടി ജനങ്ങളാണ്, വിദ്യാർത്ഥികൾ കുറഞ്ഞുപോയി എന്നാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി തങ്ങൾ പറഞ്ഞ ഒരടയാളം, യുർഫഉൽ ഇൽമു, ഭൂമിയിൽ നിന്നും വിദ്യാഭ്യാസത്തെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോകുമെന്നാണ്. എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും വിദ്യാഭ്യാസം ഉയർന്നു പോകുന്നത്? ഇൽമെങ്ങനെയാണ് ഉയർന്നു പോകുന്നത്? എവിടെന്ന് പറയുന്നു,
എന്താണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. നബി മുഹമ്മദ് മുസ്തഫ. ഒരു പണ്ഡിതന്റെ മരണമുണ്ടല്ലോ, അത് ലോകത്തിന്റെ മരണമാണ്. നബി മുഹമ്മദ് മുസ്തഫ. ഒരു പണ്ഡിതനായ മനുഷ്യൻ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നത് അത് ലോകത്തിന്റെ മരണമാണ്. ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് ഇൽമിന്റെ ബഹറായിരുന്നു, ഇൽമിന്റെ നിറകുടമായിരുന്നു. മക്കളോട്, തന്റെ മുന്നിൽ വരുന്ന മക്കളോട് സ്നേഹത്തോടെ കഥകൾ പറഞ്ഞ്, ചരിത്രങ്ങൾ പറഞ്ഞ്, ഹദീസുകൾ പറഞ്ഞ മഹാപണ്ഡിതനായിരുന്നു. അല്ലാഹുവേ, അവരുടെ ഖബർ നീ ദറജ നീ ഉയർത്തണേ അല്ലാ. ഇങ്ങനെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് പകരം ഇവിടുത്തെ അധികാരികൾ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലകളുടെ കടക്കൽ കത്തിവെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇൽമ് ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുകയാണല്ലോ. മൻസലക ത്വരീഖൻ ഫീ ത്വലബിൽ ഇൽമി. ഒരു കുട്ടി ഇൽമു പഠിക്കാൻ അവന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ, ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, മൻസലക ത്വരീഖൻ ഫീ ത്വലബിൽ ഇൽമി, ഇൽമു പഠിക്കാൻ ഒരു പൊന്നുമോൻ ഒരു വീട്ടിൽ നിന്നും ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്കുള്ള അവന്റെ വാതിലുകൾ അല്ലാഹു എളുപ്പമാക്കുന്നതാണ്. അവൻ പഠിക്കാൻ പോകുന്നത് ഇൽമാണ്, അവൻ കരസ്ഥമാക്കാൻ പോകുന്നത് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടൊരു പൊന്നുമോൻ നമ്മുടെ വീട്ടിൽ നിന്നും ഇൽമു പഠിക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ, ഭൗതിക വിദ്യകൾ കരസ്ഥമാക്കട്ടെ. ഏതൊരു മേഖലയിലേക്കാണെങ്കിലും ആ പൊന്നുമോൻ പോകുന്നതൊരു വഴിയിൽ പ്രവേശിച്ചാൽ, മൻസലക ത്വരീഖൻ ഫീ ത്വലബിൽ ഇൽമി, ഇൽമു തേടിക്കൊണ്ടൊരു വഴിയിൽ അവൻ കടന്നാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ശഫീഉനാ റസൂലുള്ളാഹി. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും അക്രമമാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും വ്യഭിചാരമാണ്. നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും ലഹരിയാണ്. ലഹരിയുടെ മാഫിയകൾ അതാ വലവിരിച്ച് പൊന്നോമനകളെ തട്ടിയെടുക്കുകയാണ്. പെൺകുട്ടികൾ അധ്യാപകർ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപികമാർ തന്നെയാണ് ലഹരിയുടെ മാഫിയകളായി മാറുന്നത്. ഇത്രയും കാലം നമ്മൾ സിനിമകളിൽ മാത്രമാണ് ഇതുപോലെയുള്ള ക്രിപ്റ്റുകൾ കണ്ടിട്ടുള്ളൂ. ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്നത് ഇതിന് വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിൽ അരാജകത്വവും അക്രമവും അഴിച്ചുവിടുന്ന ഗുണ്ടകളും തേർപ്പാട്ടി ആളുകളുമാണ് ഇതിൻ്റെ വാഹരെങ്കിലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. മക്കൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപികമാര് ലക്ഷങ്ങൾ അവർ കൈമടക്ക് പറ്റിയിട്ട് ലഹരിയുടെ വാഹകരായി മാറുന്ന എത്രയോ ദയനീയ അവസ്ഥയാണ്. ക്ലൈമാക്സ് സിനിമകളെ വെല്ലുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ടീച്ചർമാരാണ് ഇതിന്റെ സപ്ലൈ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു, യുർഫഉൽ ഇൽമു, ഇൽമിനെ അല്ലാഹു തആല ഉയർത്തപ്പെടും, അനർഹരായ ആളുകൾ ആ സ്ഥാനത്ത് സ്ഥാനം നേടുന്നതാണ്. അനർഹരായ ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് അരാജകത്വം ഉണ്ടാകുമെന്നാണ്. അർഹതയില്ലാത്ത ആളുകളാണ് ഓരോ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതെങ്കിൽ ആ നാട്ടിലെന്നല്ല, രാജ്യത്തെന്നല്ല, അതൊരു വീട്ടിലാണെങ്കിൽ പോലും അവിടെ അരാജകത്വങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആൻ പറഞ്ഞ വലിയ ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കലും ഒരു വീടിന്റെ ഭരണാധികാരി ഒരു പെണ്ണാവാൻ പാടില്ല. വീട്ടിലെ ഭരണാധികാരി ആണ് തന്നെയാവണം. ഒരു സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്. ലോകത്ത് ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീടുകൾ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്ന ഒരു വീട് ഇതാണ്, ഇന്ന ഔഹനൽ ബുയൂത്തി, വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട്
ലബൈത്തുൽ അങ്കബൂത്ത്, അത് എട്ടുകാലിയുടെ വീടാണ്. എന്താ എട്ടുകാലിയുടെ വീടിന് ഇത്ര പ്രത്യേകത? കൊച്ചുകുട്ടി പോയത് ഇങ്ങനെ കാണിച്ചാൽ ആ സാധനം പൊളിഞ്ഞു പോകും അല്ലേ? കൊച്ചുകുട്ടികൾ പോയി എട്ടുകാലിയുടെ കൂട്ടി പോയി ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ വീടങ്ങ് പൊളിഞ്ഞു പോകും. ഖുർആൻ പറയുന്നു, ഇന്ന ഔഹനൽ ബുയൂത്തി, വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് ലബൈത്തുൽ അങ്കബൂത്ത്, അത് എട്ടുകാലിയുടെ വീടാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ വീട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആ വീടിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ആ വീട്ടിലെ ഭരണം ഏറ്റെടുക്കുന്നത് അവിടുത്തെ പെണ്ണാണ്. പെണ്ണായ ചിലന്തിയാണ്. ഭർത്താവുമായി എന്താണ് അവൾ ഒരുമിച്ച് കൂടി അതിനകത്തൊരു മുട്ട ഉണ്ടായി കഴിയുമ്പോ എന്താണ് എട്ടുകാലിയുടെ വലയുടെ ചുവട്ടിലും ഒരു ആണെട്ടുകാലി ചത്ത് കിടക്കുന്നുണ്ടാവും, അസ്ഥിക്കുടം മാത്രമായിട്ട്. എന്താ കാരണമെന്നറിയുമോ? ഭർത്താവായ എട്ടുകാലിയുടെ ശല്യം തീരാൻ ഭർത്താവിനെ കൊന്നിട്ട് ആ വീടിന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റിട്ട് ആ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആ ചിലന്തിയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അങ്കബൂത്ത്, എട്ടുകാലിയുടെ വീടാണ് ഏറ്റവും ദുർബലമായ വീട്. അത് പെണ്ണ് ഭരിക്കുന്ന വീടായതുകൊണ്ടാണ്. ആ പെണ്ണധ്യാപികമാർ തന്നെയാണ് കൊച്ചുകുട്ടികളെ അദബും അറിവും പഠിപ്പിക്കുന്നതിന് പകരം അവരുടെ മസ്തിഷ്കത്തിലേക്കും ഞരമ്പുകളിലേക്കും സിരകളിലേക്കും മയക്കുമരുന്നും ലഹരിയും കുത്തിയിറക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതെങ്കിൽ ക്ലൈമാക്സ് സിനിമകളിലെ ക്ലൈമാക്സുകൾ വെല്ലുന്ന വിധത്തിലാണ് വർത്തമാന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ മാറി മറയുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കട്ടെ. അടിവാട് താമസിക്കുന്ന 4 വയസ്സിൻ്റെ അകത്ത് പ്രായമുള്ള ഒരു പൊന്നുമോൻ 2 ശ്വാസകോശങ്ങളും നഷ്ടപ്പെട്ട് വെന്റിലേറ്ററിൽ ശ്വാസത്തിന് വേണ്ടി പിടയുന്ന ഒരവസ്ഥ. എല്ലാ പള്ളികളിലും ആ പൊന്നുമോന് വേണ്ടി ഇന്ന് പിരിവ് നടക്കുന്ന ദിവസമാണ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതിൻ്റെ QR കോഡ് സഹിതം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും അതുപോലെ നമ്മൾക്കറിയാവുന്ന സമീപ മഹല്ലുകളിൽ എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി അടിവാടുള്ള 4 വയസ്സുള്ള പൊന്നുമോൻ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. 2 ശ്വാസനാളവും കംപ്ലൈൻ്റായി. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പിരിവ് നല്ല ഒരു തുക നിങ്ങളെല്ലാവരും അതിനു വേണ്ടി സമാഹരിക്കുകയും നമ്മളാൽ കഴിയുന്നവർ അതിൻ്റെ മദ്രസ ഗ്രൂപ്പുകളിലെല്ലാം അതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ലിങ്കും എല്ലാം ഇട്ടിട്ടുണ്ട്, പൈസ കൊടുത്തവരുടെ എല്ലാ കണക്കൊക്കെ. അപ്പം നമ്മളാൽ കഴിയുന്ന നല്ല ഒരു തുക ആ പൊന്നുമോന് വേണ്ടി ഒരു ദിവസം 1 ലക്ഷം രൂപയെങ്കിലും വേണം ചികിത്സയ്ക്ക്. അതുകൊണ്ട് ഒരു ജീവൻ ലഭിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ആ ബറക്കത്ത് കൊണ്ടൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മുടെ മക്കളെയും അതുപോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന എല്ലാവരും അതിൽ 10 രൂപയ്ക്ക് 10 രൂപ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ സഹായങ്ങൾ ചെയ്ത് അതിൽ ഭാഗമാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഉംറ ചെയ്യാൻ പോയ ഒരു സഹോദരി ദുആ ചെയ്യാൻ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും സിയാറത്ത് നടത്തുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകമായി പള്ളിയിലേക്ക് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പള്ളിയിൽ നബിദിന ആഘോഷങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് സ്വലാത്ത് ചെല്ലാനുള്ളൊരു സ്വലാത്ത് കാർഡ് ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 1 മുതൽ മക്കളുടെ കയ്യിൽ കൊടുക്കും. എല്ലാ മക്കളും, വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ് ആ കാർഡ്. രക്ഷിതാക്കൾക്കും അതിൻ്റെ കൂടെ തന്നെ ചെല്ലാം. അതുപോലെ മദ്രസയിലെ കലാപരിപാടികൾ, മറ്റ് പരിപാടികളെല്ലാം ഭംഗിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ രക്ഷിതാക്കളും അതിൽ പൂർണ്ണമായ ഒരു സഹകരണവും നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം പ്രത്യേകമായി പറയണമെന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്,
ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഉംറയ്ക്ക് പോയ സഹോദരിക്ക് മബ്റൂറായ മഖ്ബൂലായ ഉംറയും സിയാറത്തും നടത്താനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അസുഖങ്ങൾ മാറ്റണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെടുമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആകസ്മിക മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈ പള്ളിയിലേക്ക് സദഖകൾ ചെയ്യുന്നവരെ, ഹദിയകൾ ചെയ്യുന്നവരെ നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, പള്ളിയിലേക്ക് വേണ്ടി സഹായിച്ചവരെ, സഹകരിച്ചവരെ നീ സ്വീകരിക്കണം അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം തന്നവരെ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ, പഠിച്ചവനെ നാട്ടിൽ ഈ ദീനി സ്ഥാപനത്തിൽ പഠിക്കുന്ന പൊന്നോമന മക്കളെ നീ സ്വീകരിക്കണം അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുക്കണം അല്ലാ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.